Mosaic India. പകരം വലം കൈ അറുത്തതും പിന്നെ കുഞ്ഞനന്തൻ എനിക്ക് പകരം മരിച്ചപ്പോ തല്ലിക്കൊല്ലാതെ വിട്ടതും നീലകണ്ഠന്റെ കഴിവുകേടായി കാണരുത് നീ. വലം കൈയിലേക്ക് ചോര ഓട്ടം കൂടിയപ്പോഴും ആയുധം താനെ കൈയിലേക്ക് വന്നപ്പോഴും മനസ്സിനെ ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ് നീ. നമസ്കാരം. മൊസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ എന്ന നടൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി മാറിയ മലയാളത്തിൻ്റെ ഐക്കോണിക് ചലച്ചിത്രമായിരുന്നല്ലോ രഞ്ജിത്ത് തിരക്കഥ എഴുതി IV ശശിയുടെ സംവിധാനത്തിൽ 1993 പുറത്തിറങ്ങിയ ദേവാസുരം. ദേവാസുരവുമായി ബന്ധപ്പെട്ട പുതിയൊരു എപ്പിസോഡുമായാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. വിഭൂഷിതവാമഭാഗം നാരായണ പ്രിയമനംഗ മദാഹാരം വാരാണസി പുരപതിം ഭജ വിശ്വനാഥം. ഒരുപക്ഷെ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവാം, ദേവാസുരം സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ മംഗലശ്ശേരി നീലകണ്ഠനും ഭാനുമതിക്കും 2 പ്രോട്ടോടൈപ്പുകൾ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന 2 വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. അടുപ്പമുള്ളവരൊക്കെ രാജുവെന്നും രാജുവേട്ടനുമെന്നും ഒക്കെ വിളിച്ചിരുന്ന കോഴിക്കോട് ചാലപ്പുറത്ത് മുല്ലശ്ശേരി തറവാട്ടിലെ രാജഗോപാലനും പത്നി ലക്ഷ്മി എന്ന ബേബിയും. അരനൂറ്റാണ്ടിൻ്റെ ഓർമ്മച്ചെപ്പം കൂട്ടിന് നൽകി തൻ്റെ എല്ലാമായിരുന്ന ബേബിയെ മുല്ലശ്ശേരിയിൽ തനിച്ചാക്കി രാജഗോപാലൻ യാത്രയായിട്ട് ഇന്നേക്ക് 23 വർഷം. 1993 ഞാൻ കോഴിക്കോട് ഇന്ത്യൻ എക്സ്പ്രസിൽ സബ് എഡിറ്ററായി ജോലി നോക്കുന്ന കാലം. പിന്നീട് 95 ഞാൻ ദി ഹിന്ദുവിലേക്ക് മാറുന്നത്. സുഹൃത്തായ രവി മേനോനും ഞാനും കോഴിക്കോട് മാനാഞ്ചിറയ്ക്കടുത്ത് ഹോട്ടൽ നളന്തയിലായിരുന്നു താമസം. രവിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതൽ പരിചയമുണ്ടാവാം. ഇന്ന് ഫേസ്ബുക്കിൽ സജീവ സാന്നിധ്യമായ പാട്ടെഴുത്ത് രവി മേനോൻ. രവി എന്ന് സ്പോർട്സ് ഡെസ്കിൽ സബ് എഡിറ്ററായിരുന്നു. ഞങ്ങളുടെ എഡിറ്റോറിയൽ ഡ്യൂട്ടി തുടങ്ങുക വൈകുന്നേരങ്ങളിലായതിനാൽ പകൽ ധാരാളം ഫ്രീ ടൈം ഉണ്ടായിരുന്നു. പ്രിയ സ്നേഹിതൻ്റെ അമ്മാവനും അമ്മായിയുമായ മുല്ലശ്ശേരി രാജഗോപാലനും പത്നിയും അങ്ങനെ എനിക്കും രാജുമാമയും ബേബിമായുമായി. പകൽ സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ മുല്ലശ്ശേരിയിലെത്തി രാജമാമയോട് സൊറ പറഞ്ഞിരിക്കുകയും പതിവായിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി വന്ന അപകടങ്ങൾ രാജഗോപാലനെ ഏതാണ്ട് 2 പതിറ്റാണ്ടിലേറെ കാലം തീർത്തും ശയ്യാവലംബനാക്കി മാറ്റിയിരുന്നു. ആ കിടപ്പിലും രാജഗോപാലൻ മുല്ലശ്ശേരിയുടെ മുക്കിലും മൂലയിലും നിറഞ്ഞു നിന്ന പ്രസരിപ്പും നിറസാന്നിധ്യവുമായിരുന്നു എന്ന് പറയുന്നതിൽ ഒരത്ഭുതവും വേണ്ട കേട്ടോ. ആരും സ്നേഹിച്ചു പോകുന്ന ഒരസാധാരണ മനുഷ്യൻ. ഉന്നത കലാകാരന്മാരും സാഹിത്യകാരന്മാരും മുതൽ അധോലോക നായകന്മാർ വരെയുള്ള സുഹൃത്ത് വലയത്തിൻ്റെ നുറുങ്ങുവെട്ടം. അതായിരുന്നു മുല്ലശ്ശേരി രാജഗോപാലൻ. സംഗീതം അദ്ദേഹത്തിന് ജീവവായു തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേവാസുരഭാവങ്ങൾ കീഴടക്കാത്ത മേഖലകൾ ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെയായി മാറിയ രഞ്ജിത്ത് അവർക്ക് മകനെ പോലെയായിരുന്നു. രഞ്ജിത്തിൻ്റെ തൂലികയിൽ പിറന്ന ദേവാസുരത്തിൽ ഇവരുടെ ജീവിതരേഖ പകർന്നു വീണത് തികഞ്ഞ മിതത്വത്തോടും മികവോടും കൂടി തന്നെ ആയിരുന്നുവെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ. മുറിവിൽത്തേയും പുരട്ടുന്ന നിന്റെ സാന്നിധ്യം എണ്ണ നൽകാൻ തോന്നിയത് നിന്നോടുള്ള ഇഷ്ടക്കൂടുതലുണ്ട്. ഇനി ഒന്നിനും മരണത്തിന് പോലും നിന്നെ വിട്ടുകൊടുക്കില്ല. സിനിമയ്ക്ക് വേണ്ടി ചില മസാലയും മേമ്പൊടിയും ഒക്കെ ചേർത്തപ്പോൾ സിനിമ ബോക്സ് ഓഫീസ് ഹിറ്റുമായി. അമ്പലത്തിലേക്ക് ഇറങ്ങാം.
അമ്പലത്തിലല്ല, നൃത്തം എവിടാ നടക്ക. ഈ പുറത്തെടുക്കാൻ അവസരം ഉണ്ടാക്കണ്ട. നിങ്ങളുടെ ഭീഷണിക്ക് ഞാൻ വഴങ്ങിയില്ലെങ്കിലോ? നൃത്തം ചെയ്യാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞേ. വയ്യാന്ന് നീ പറയില്ല. പറഞ്ഞ നൃത്തം മാത്രമാവില്ല, ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്ക. റിലീസായതിൻ്റെ പിറ്റേന്ന് തന്നെ സിനിമയുടെ ഒരു വീഡിയോ കാസറ്റുമായി രഞ്ജിത്തും മോഹൻലാലും മുല്ലശ്ശേരിയിലെത്തി. സിനിമ കണ്ട ശേഷം രാജുവേട്ട നീലകണ്ഠൻ എങ്ങനെയുണ്ട് എന്ന മോഹൻലാലിൻ്റെ ചോദ്യത്തിന് മറുപടി ഒട്ടും വൈകിയില്ല. ലാലേ, നീ എന്നെ നന്നാക്കിയിട്ടുണ്ട്, ഞാൻ ഇതിനേക്കാളൊക്കെ മോശക്കാരനായിരുന്നടോ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാലി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. കൊന്നുകളയും ഞാൻ. മടിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ടാ, ഇവിടെ ചോദിച്ചാ മതി. വാടാ. സംഗീതജ്ഞരുടെയും സാഹിത്യകാരന്മാരുടെയും തലമുറകളെ സ്വാധീനിച്ചൊരു സാധാരണ മനുഷ്യനായിരുന്നു മുല്ലശ്ശേരി രാജഗോപാലൻ. നല്ലൊരു ഗായകൻ കൂടിയായിരുന്ന രാജഗോപാലൻ പിന്നണി ഗായിക ബി വസന്തയുമൊത്ത് ഗാനമേളകളിൽ പാടുമായിരുന്നു. ഡൽഹിയിലായിരുന്നപ്പോൾ ഡൽഹി യേശുദാസ് എന്നറിയപ്പെട്ടിരുന്നു. നീലപ്പൊന്നണിയും കൊന്ന പൂക്കണിയാണ്, തീരിക്കാവുകളിൽ താലപ്പൂപ്പൊലിയാണ്. മാലകത്താൻ കണിഞ്ഞാലും ദയാവാരി. ഗാനഗന്ധർവൻ യേശുദാസിനും പി ജയചന്ദ്രനും അദ്ദേഹം സഹോദര തുല്യനായിരുന്നു. 1970കളുടെ തുടക്കത്തിൽ തിരുവനന്തപുരത്ത് മരക്കാർ ഓർക്കസ്ട്രയുടെ ഭാഗമായിരുന്നപ്പോഴാണ് യേശുദാസുമായി അടുപ്പത്തിലായത്. രാജുമാമയ്ക്ക് യേശുദാസ് സ്വന്തം ദാസപ്പനായിരുന്നു. കോണിപ്പടിയിൽ നിന്ന് കാൽ വെടുതി വീണ് നിശേഷം കിടപ്പിലായപ്പോൾ കോഴിക്കോട്ടേക്ക് ഓടിയെത്തി യേശുദാസ്. സ്നേഹിതനെയും കൂട്ടി തൻ്റെ ചെന്നൈയിലെ വീട്ടിൽ താമസിപ്പിച്ച് മാസങ്ങളോളം ആയുർവേദ ചികിത്സ നൽകാനും മറന്നില്ല യേശുദാസ്. സംഗീത സംവിധായകർ MS ബാബുരാജും ദേവരാജൻ മാഷും രാഘവൻ മാഷുമൊക്കെ ഒത്തുകൂടിയ എത്രയെത്ര മെഹഫിലുകൾക്ക് മുല്ലശ്ശേരിയുടെ അകത്തളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അന്ന് മുല്ലശ്ശേരി രാജഗോപാലൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. കൊമ്പ് കുലുക്കി നടന്നൊരൊറ്റയാനായിരുന്നു അയാൾ. തൻ പെണ്ണുപിടിയൻ അങ്ങനെ വിശേഷ പട്ടങ്ങൾ ഏറെയുണ്ട്. കീഴടങ്ങിയിട്ടുള്ളത് നല്ല കലാകാരന്മാരുടെ മുന്നിലേ ഉള്ളൂ. പിന്നെ ഇഷ്ടം നല്ല ചട്ടമ്പികളെയാ. ഈ പറഞ്ഞ 2 വർഗമായിട്ടേ ചങ്ങാത്തേ ഉള്ളൂ. മുല്ലശ്ശേരിയുടെ പത്തായപ്പുരയിൽ എന്നും പാർട്ടിയും പാട്ടുമുണ്ടാവും. രാഷ്ട്രീയക്കാരൊഴിച്ച് എല്ലാ തരക്കാരും ഉണ്ടാവും. പ്രസിദ്ധരായ സാഹിത്യകാരന്മാർ, സംഗീതജ്ഞർ, കലാകാരന്മാർ, ചട്ടമ്പികൾ, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. അച്ഛനും അമ്മയുമൊന്നും പത്തായപ്പുരയിലേക്ക് തിരിഞ്ഞു നോക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. അത് രാജുവിൻ്റെ സങ്കേതം. അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാം. തന്നോടടുക്കുന്നവരെയൊക്കെ സ്വയം മറന്ന് സഹായിക്കുന്നൊരു ശീലം പണ്ടേ രാജഗോപാലൻ്റെ ദൗർബല്യമായിരുന്നു. രാജഗോപാലൻ്റെ അമ്മാവൻ ചിന്നുമാമയുടെ മകളാണ് ലക്ഷ്മി. ചിന്നുമാമ ഇടയ്ക്കൊക്കെ മുല്ലശ്ശേരിയിലെത്തി രാജുവിനൊരു കമ്പനി കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ചിന്നുമാമയുടെ വീടിന് ജപ്തി നോട്ടീസ്. അവർക്ക് പോകാൻ മറ്റൊരിടമില്ലെന്നറിഞ്ഞ രാജഗോപാലൻ അവരെ മുല്ലശ്ശേരിയിലേക്ക് ക്ഷണിക്കുന്നു, അവിടെ താമസിപ്പിക്കുന്നു. വൈകാതെ രാജു പത്തായപ്പുരയിലെ തൻ്റെ തോന്നിയാസങ്ങളൊക്കെ നിർത്തി. അങ്ങനെയിരിക്കെ അയാൾ കോയമ്പത്തൂരിൽ വെച്ച് മറ്റൊരപകടത്തിൽപ്പെട്ട് കിടപ്പിലാവുന്നു. കുറച്ചു നാളത്തെ ചികിത്സയ്ക്ക് ശേഷം പതുക്കെ പിടിച്ച് നടക്കാനാവുന്നു. മറ്റാരെ വിവാഹം കഴിച്ചാലും രാജുവേട്ടനെ വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ ലക്ഷ്മിയുടെ മനസ്സിലും മാറ്റത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. മുല്ലശ്ശേരിയിലെ 4 വർഷത്തെ താമസം രാജുവേട്ടനെപ്പറ്റി ലക്ഷ്മിക്ക് അതുവരെയുണ്ടായിരുന്ന ധാരണകളൊക്കെ തെറ്റിച്ചു. അസാധാരണമായൊരു സ്നേഹബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു അത്. പ്രേമമെന്നതിലുപരി പരസ്പരം ഒരു തരം ആരാധന. മിക്കവരും ആ ബന്ധത്തെ എതിർത്തപ്പോഴും ബേബിയുടെ തീരുമാനത്തിന് മാറ്റമുണ്ടായില്ല. ഒടുവിൽ വീട്ടുകാരുടെ നിസ്സഹകരണത്തോടെ 1976 രജിസ്റ്റർ വിവാഹം. പിന്നീട് 2-3 സുഹൃത്തുക്കൾക്കൊപ്പം ഗുരുവായൂരിൽ പോയി താലികെട്ടും നടത്തി. സിനിമാ കഥയിലെ മസാലകൾ മാറ്റി നിർത്തിയാൽ മംഗലശ്ശേരി നീലകണ്ഠനും ഭാനുമതിയുമായി ഇവരുടെ ജീവിതത്തിന് ഒരുപാട് സമാനതകളുണ്ടല്ലേ. അതുകൊണ്ടാണ് ഞാനിവിടെ ദേവാസുരത്തിൻ്റെ മൂവി ക്ലിപ്പുകൾ ഇടയ്ക്കൊക്കെ കാണിക്കുന്നത് കേട്ടോ. അന്ന് ഗുരുവായൂരിൽ വെച്ച് 2 ആളും പറഞ്ഞു, ആദ്യത്തെ കുട്ടി ആണാണെങ്കിൽ നാരായണൻ, പെൺകുട്ടിയെങ്കിൽ നാരായണി. അങ്ങനെ 1977 നാരായണി ജനിച്ചു. ഇക്കാര്യങ്ങളൊക്കെ രവിക്കൊപ്പമുള്ള എൻ്റെ മുല്ലശ്ശേരി സന്ദർശന വേളകളിലെ സ്വറപറച്ചിലിനിടയിൽ രാജമാമയിൽ നിന്നും ബേബിമായിയിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ. ദേവാസുരം സിനിമ റിലീസായപ്പോൾ 1993 ഒക്ടോബർ ആദ്യ ലക്കം വനിതയിൽ അജയ് എന്ന തൂലികാനാമത്തിൽ ഇവരെപ്പറ്റി ഞാൻ എഴുതിയ ഒരു ഫീച്ചർ
ദേവാസുരനെ വരിച്ച ഗാന്ധാരി എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിക്കുകയുമുണ്ടായി. ദേവാസുരത്തിന് പിന്നീടൊരു രണ്ടാം ഭാഗം വന്നു, രാവണപ്രഭു. അമ്മയുടെ ആഗ്രഹം പോലൊരു മകനാകാൻ അവരുടെ മരണം വരെ കഴിയാത്തവനാണ് ഞാൻ. അയാള് പഴയ നീലകണ്ഠന്റെ അത്ര ഭക്ഷണമൊന്നും അല്ലടൂ. സിനിമയിലെ മംഗലശ്ശേരി നീലകണ്ഠന്റെ കഥയിൽ ആദ്യം മരിച്ചത് ഭാനുമതിയാണെങ്കിലും ജീവിതത്തിൽ ലക്ഷ്മിക്ക് മുൻപേ പോയത് രാജഗോപാലനാണ്. എന്നെ വിട്ടു പൊയ്ക്കളഞ്ഞാൽ ഇക്കഴിഞ്ഞ കാലം മുഴുവൻ കണ്ണിമ ചുമ്മാതെ എനിക്ക് കൂട്ടിരുന്ന താൻ ഒരു വാക്ക് പോലും പറയാതെ പൊയ്ക്കളഞ്ഞോ. 2002 തൻ്റെ ബേബിയെ മുല്ലശ്ശേരിയിൽ തനിച്ചാക്കി രാജഗോപാലൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പക്ഷെ ബേബിക്കിന്നും മുല്ലശ്ശേരിയുടെ അകത്തളത്ത് തൻ്റെ രാജുവേട്ടൻ ജീവശ്വാസമായി നിറഞ്ഞു നിൽക്കുന്നു. അതില്ലെങ്കിൽ എൻ്റെ ജീവൻ പോയില്ലേ, അതില്ലെങ്കിൽ എൻ്റെ ജീവൻ പോയില്ലേ രാധാകൃഷ്ണൻ. അതേ ഫീൽ ചെയ്യാറുള്ളൂ. അതിപ്പോൾ വരുന്നവർക്കൊക്കെയും ഫീലിംഗ് ഇല്ല രാധാകൃഷ്ണൻ. എല്ലാവരും പറയില്ല അവിടെ രാധാകൃഷ്ണൻ അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ള ഫീലാണ്. മകൾ നാരായണി, ഭർത്താവ് അനൂപും മകൾ സിനി ആർട്ടിസ്റ്റ് കൂടിയായ നിരഞ്ജനയ്ക്കുമൊപ്പം കൊച്ചി ഗിരിനഗറിൽ പുനർജനി സ്കൂൾ ഓഫ് ഡാൻസ് നടത്തുന്നു. ഇടയ്ക്കൊക്കെ അമ്മയെ കൊച്ചിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാറുണ്ടെങ്കിലും അവർക്ക് മുല്ലശ്ശേരി വിട്ട് അങ്ങനെ അധികകാലം മാറി നിൽക്കാനാവില്ല. ഇതിനിടെ കാലം അർബുദത്തിൻ്റെ രൂപത്തിലൊന്ന് വിരട്ടാൻ നോക്കിയെങ്കിലും മുല്ലശ്ശേരി രാജഗോപാലൻ്റെ ബേബി ഭയന്നുമില്ല, തളർന്നുമില്ല. അല്ല രാധാകൃഷ്ണ അപ്പുറത്തായിരുന്നില്ലേ പത്തായപ്പുരയുടെ സ്ഥലം അതായിരുന്നു തോന്നില്ലേ? ആ മാവ് വരെ എൻ്റെ ഒന്നും കൂടി കുറച്ചു. അപ്പൊ ഈ പോർഷനിലേക്കാണ്. അതാണ് ഗംഗാധരൻ എന്ന സ്നേഹനിധിയായ ഡോക്ടറുടെ പരിചരണം കൂടിയായപ്പോൾ അർബുദവും പമ്പ കടന്നു. 33 വർഷത്തിന് ശേഷം ഈ അടുത്തയിടെ ഞങ്ങൾ മുല്ലശ്ശേരിയിലൊന്ന് പോയിരുന്നു. ആ വീടിനും ബേബിമായിക്കും ഒരു മാറ്റവുമില്ല. ബേബി എന്ന രാജമാമയുടെ വിളി ഇടയ്ക്കിടെ കാതിൽ മുഴങ്ങുന്നത് പോലെ തോന്നി. രാജമാമയുടെ മുറിയും കട്ടിലും കസേരയും വീൽചെയറും ഒക്കെ അതേപടി വെടിപ്പായി സൂക്ഷിച്ചിരിക്കുന്നു. യേശുദാസിൻ്റെ തരങ്കിണി സ്റ്റുഡിയോ കാസറ്റുകൾ ഇറക്കിയപ്പോഴൊക്കെ ആദ്യത്തെ കാസറ്റ് മുല്ലശ്ശേരിയിലെത്തുമായിരുന്നു. രാജമാമയുടെ ആ പഴയ കാസറ്റ് ശേഖരം അതേപോലെ ചില്ലലമാരയിൽ ഭദ്രമാക്കി വെച്ചിട്ടുമുണ്ട്. പച്ചപ്പും പൂക്കളും നിറഞ്ഞ മുല്ലശ്ശേരിയുടെ പൂമുറ്റവും തുളസിത്തറയും കോട്ടയാടുമൊക്കെ ഇവിടെ അന്നത്തെ പോലെ തന്നെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നു. ഇവിടെ പഴയ കഥകൾ ഓർത്തെടുക്കുകയല്ല, അതിൽ ജീവിക്കുകയാണ് മുല്ലശ്ശേരി രാജഗോപാലൻ്റെ ബേബി. നല്ല മെമ്മറീസാണ്. ഈ വീടിനെ കുറിച്ച് ആലോചിച്ചാൽ ഞങ്ങളുടെ ജീവിതം അത് നല്ല രസമായിട്ടുള്ള സമയമായിരുന്നു. കൂട്ടിനാണെങ്കിൽ വീട് നിറയെ വിഘ്നേശ്വരൻ്റെ എണ്ണമറ്റ ചെറു വിഗ്രഹങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. ആദ്യം 1-2 ചെറിയ വിഗ്രഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇങ്ങോട്ട് ഗണേശ വിഗ്രഹങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ആയിരുന്നുവെന്നവർ പറയുന്നു. ഞാനൊരു 4 ഗണപതി വെച്ചതാ. ആ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ഗണപതി അത് 4 എണ്ണം വെച്ചതാ. അതിന്റെ മുകളിൽ ഓരോരുത്തരും വരാൻ കൊണ്ടുവരുന്നത് മുഴുവൻ ഗണപതി, ഗിഫ്റ്റ് മുഴുവൻ ഗണപതിയാ, വേറെ ഒന്നുമില്ല. അങ്ങനെ പെരുകിയതാ. രാജുവേട്ടൻ്റെ ബേബിക്കൊന്നും പൂന്തോട്ടത്തോടുള്ള ഹരമൊട്ടും കുറഞ്ഞിട്ടില്ല. 33 വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴും മുല്ലശ്ശേരിയുടെ പൂന്തോട്ടവും ലാൻഡ്സ്കേപ്പും ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നു എന്ന് തന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. രാജമാമയുടെ പഴയ സുഹൃത്തുക്കൾ ഇപ്പോഴും ഇടയ്ക്കൊക്കെ സ്നേഹാന്വേഷണവുമായി എത്താറുണ്ട്. അമേരിക്കയിലാണെങ്കിലും ദാസേട്ടൻ ഇടയ്ക്കൊക്കെ ഫോൺ വിളിക്കാറുമുണ്ട്. രാവണപ്രഭുവിന് പിന്നാലെ ഇനി ദേവാസുരത്തിനൊരു 3-ാം ഭാഗം ഉണ്ടാവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം, അല്ലേ? പിന്നിട്ട വഴികളിലെങ്ങോ കാലിൽ തറച്ച നീ എന്ന മുള്ളിനെ ഞാൻ എന്നേ മറന്നിരിക്കുന്നു. മുനയൊടിഞ്ഞ ആ പഴയ മുള്ളിന് ഈ വഴിയിൽ എന്നെ കുത്തി നോവിക്കാനാവില്ല. എനിക്ക് നോവില്ല ശേഖര. എന്റെ മേൽ നീ നേടി എന്ന് കരുതുന്നതൊന്നും ജയമല്ലടോ. എന്റെ ഹൃദയത്തിനെ, ആത്മാവിനെ ജയിക്കാൻ മാത്രം കഴിവ് ശേഖരനുണ്ടാകാൻ നീ ജന്മം പലതും ഇനിയും ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു. വഴിമാറാം ഉണ്ടാക്കിയാൽ ശേഖര. രാജമാമയുടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലെന്നതൊഴിച്ചാൽ മുല്ലശ്ശേരിയുടെ താളം ഇന്നും സംഗീത സാന്ദ്രമാണ്. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും
മൊസൈക്ക് ഇന്ത്യയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുറ്റൂർ സൈനിങ് ഓഫ് ഫ്രം മൊസൈക്ക് ഇന്ത്യ. താങ്ക് യു. Mosaic India, a mirror to memorable musings. Magniloquent, optimistic, zestful, awesome, inspirational and courageous. Let's explore together.